അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നതാണ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ദ സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. നമ്മൾ ഈ അക്കൗണ്ട്സ് ബുക്കിലോട്ട് എല്ലാ ട്രാൻസാക്ഷനും രേഖപ്പെടുത്തുന്നതിന് ആർ ജനറലി ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ്. അത് രണ്ട് രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നതിന്. അപ്പം നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ എല്ലാ ഇടപാടുകളും നമ്മൾ അവിടെ രേഖപ്പെടുത്തി വെക്കും. ഒരു അക്കൗണ്ട് ബുക്കിനകത്ത് എഴുതി വെക്കും. പൈസയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അക്കൗണ്ട് ബുക്കിനകത്ത് രേഖപ്പെടുത്തി വെക്കും. ആ രേഖപ്പെടുത്തി വെക്കുന്നത് രീതി രണ്ട് തരമായിട്ടുണ്ട്, ടു ടൈപ്സ്: ഡബിൾ എൻട്രി സിസ്റ്റം ആൻഡ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഇനി അതിൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിനകത്ത് പറഞ്ഞിരിക്കുകയാണ്, ഡബിൾ എൻട്രി സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവൽ ആസ്പെക്റ്റ്. ഡ്യുവൽ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ പ്രകാരമാണ് ഡബിൾ എൻട്രി സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് ഡ്യുവൽ ആസ്പെക്റ്റ് എന്താണെന്നുള്ള കാര്യം. എല്ലാ ട്രാൻസാക്ഷനും രണ്ട് എഫക്റ്റ് ഉണ്ടെന്നുള്ള കാര്യമാണ് ഡ്യുവൽ ആസ്പെക്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത്. വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് എവറി ട്രാൻസാക്ഷൻ ഹാസ് ടു എഫക്റ്റ്. എല്ലാ ട്രാൻസാക്ഷനും രണ്ട് എഫക്ട്സ് എന്താ ഏതൊക്കെയാണ്? റിസീവിങ് എ ബെനിഫിറ്റ് ആൻഡ് ഗീവിങ് എ ബെനിഫിറ്റ്. അപ്പോൾ അവിടെ ഒരു റിസീവിങ് ആസ്പെക്റ്റും ഉണ്ട്, ഒരു ഗിവിങ് ആസ്പെക്റ്റും ഉണ്ട്. അതിനെയാണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്നുള്ള രീതി നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്താണെന്നുള്ള കാര്യമെല്ലാം അടുത്ത ചാപ്റ്റർ അതിൻ്റെ റൂൾസ് വെച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലാക്കി വെക്കുക, ഒരു റിസീവിങ് ആസ്പെക്റ്റും ഒരു ഗിവിങ് ആസ്പെക്റ്റും ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക എല്ലാ ട്രാൻസാക്ഷനും. ഉദാഹരണത്തിന് സെയിൽ ഓഫ് ഗുഡ്സ് ബൈ ക്യാഷ്. നമ്മൾ ക്യാഷിന് ഗുഡ്സ് വിറ്റു എന്ന് വിചാരിക്കുക. ആ ഒരു ട്രാൻസാക്ഷൻ പരിശോധിച്ചാൽ അതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങൾ നടന്നതായിട്ട് കാണാം. ഒരു ഗിവിങ്ങിങ് നടന്നിട്ടുണ്ട്, ഒരു റിസീവിങ് നടന്നിട്ടുണ്ട്. എന്താണ് ഗിവ് കൊടുത്തത്? ഗുഡ്സ് നമ്മൾ കൊടുത്തു അല്ലേ? സെയിൽ ഓഫ് ഗുഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗുഡ്സ് നമ്മൾ കൊടുത്തു, ഗുഡ്സ് നമ്മുടെ കമ്പനിയിൽ നിന്ന് പോയി. എന്താണ് നമ്മുടെ കമ്പനിയിലോട്ട് റിസീവ് ആയത്? ക്യാഷ്. നമ്മുടെ ഗുഡ്സ് വിൽക്കുമ്പോൾ നമുക്ക് കമ്പനിയിലോട്ട് എന്താണ് കിട്ടിയത്? ക്യാഷ്. അതാണ് റിസീവിങ് ആസ്പെക്റ്റ്. അതിനെയാണ് ഈ ഡ്യുവൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡബിൾ എൻട്രി സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഈ ഡ്യുവൽ ആസ്പെക്റ്റ് പ്രകാരമാണ് വർക്ക് ചെയ്യുന്നത്. ഡ്യുവൽ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിസീവിങ് ആസ്പെക്റ്റും ഉണ്ട്, ഒരു ഗിവിങ് ആസ്പെക്റ്റും ഉണ്ടെന്നുള്ള കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്, ഡബിൾ എൻട്രി സിസ്റ്റത്തിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ പറഞ്ഞിരിക്കുകയാണ് ഈച്ച് ട്രാൻസാക്ഷൻ ദെയർഫോർ ഇൻവോൾവ്സ് 2 or more അക്കൗണ്ട്സ്. അപ്പം എല്ലാ ട്രാൻസാക്ഷനും രണ്ടോ അതിലധികമോ അക്കൗണ്ട് വരുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സെയിൽ ഓഫ് ഗുഡ്സ് ബൈ ക്യാഷ്. അപ്പോൾ അവിടെ രണ്ട് അക്കൗണ്ട് വരുന്നുണ്ട്. ഗുഡ്സ് പോയതായിട്ട് ഗുഡ്സിൻ്റെ അക്കൗണ്ടിൽ കാണിക്കണം, അതോടൊപ്പം തന്നെ ക്യാഷ് വന്നതായിട്ട് ക്യാഷിൻ്റെ അക്കൗണ്ടിൽ കാണിക്കണം. അപ്പോൾ രണ്ട് എണ്ണം അവിടെ വന്നിട്ടുണ്ട്. ഗുഡ്സ് അല്ലെങ്കിൽ സെയിൽ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ക്യാഷ് എന്ന് പറഞ്ഞ് മറ്റൊരു അക്കൗണ്ട് അവിടെ വന്നിട്ടുണ്ട്. അക്കൗണ്ട്സ് ആൻഡ് ഇറ്റ് ഈസ് റെക്കോർഡഡ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് ഇൻ ദ ലെഡ്ജർ. അപ്പോൾ അത് രണ്ട് പല ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ട്സ് എല്ലാം എഴുതി വെക്കുന്ന ഒരു ബുക്കിൻ്റെ പേരാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ആ ലെഡ്ജർ ബുക്കിനകത്ത് പല സ്ഥലങ്ങളിൽ അത് രേഖപ്പെടുത്തേണ്ടതായിട്ട് വരും. ദ ബേസിക് പ്രിൻസിപ്പിൾ ഫോളോവേഡ് ഈസ് ദാറ്റ് എവറി ഡെബിറ്റ് മസ്റ്റ് ഹാവ് എ കറസ്പോണ്ടിങ് ക്രെഡിറ്റ്. ഈ ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഡെബിറ്റിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ക്രെഡിറ്റ് ഉണ്ടെന്നുള്ള കാര്യമാണ് ഇതിൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. അതായത് എന്തെങ്കിലും ബെനിഫിറ്റ്, എന്തെങ്കിലും ഗിവിങ് ആസ്പെക്റ്റ് ഉണ്ടെങ്കിൽ അതിനൊരു റിസീവിങ് ആസ്പെക്റ്റും അവിടെ ഉണ്ടെന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ദസ് വൺ അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് ആൻഡ് അനദർ ഈസ് ക്രെഡിറ്റഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം നമ്മൾ കണക്ക് എഴുതുകയാണെങ്കിൽ നമുക്ക് ഒരു ഡെബിറ്റിനൊപ്പം തന്നെ ഒരു ക്രെഡിറ്റും എല്ലാ ട്രാൻസാക്ഷനത്തും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി അടുത്തായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഈസ് എ കംപ്ലീറ്റ് സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്നവരാണ് ഒരു കംപ്ലീറ്റ് സിസ്റ്റം, പൂർണ്ണമായിട്ടുള്ളൊരു സിസ്റ്റമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. ആസ് ബോത്ത് ദ ആസ്പെക്ട് ഓഫ് ട്രാൻസാക്ഷൻ ആർ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. ഒരു ട്രാൻസാക്ഷൻ്റെ ഒരു ഇടപാടിൻ്റെ രണ്ട് ആസ്പെക്റ്റ് നമ്മൾ അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്, ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് സെയിൽ ഓഫ് ഗുഡ്സ് ബൈ ക്യാഷ്. അപ്പോൾ ഗുഡ്സ് പോയതായിട്ട് നമ്മൾ കാണിക്കും, ക്യാഷ് വന്നതായിട്ട് നമ്മൾ കാണിച്ച് അതിൻ്റെ രണ്ട് സൈഡും നമ്മൾ അക്കൗണ്ട് ബുക്കിനകത്ത് കാണിക്കുന്നുണ്ട്. ദി സിസ്റ്റം ഈസ് ആക്യുറേറ്റ്. ഈ സിസ്റ്റം വളരെ കറക്റ്റായിട്ടാണ് നമുക്ക് എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അത് കാണിച്ചു തരുന്നുണ്ട്. ഈ സിസ്റ്റം പ്രകാരം ആക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമാണ്. മോർ റിലയബിൾ, കൂടുതൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ആൻഡ് പോസിബിലിറ്റീസ് ഓഫ് ഫ്രോഡ്സ് ആൻഡ് മിസ് അപ്രോപ്രിയേഷൻസ് ആർ മിനിമൈസ്ഡ്. അതോടൊപ്പം തന്നെ ഈ ആൾക്കാർക്ക് കള്ളത്തരം കാണിക്കാനായിട്ട്, ഫ്രോഡ്സ് എന്ന് പറഞ്ഞാൽ കള്ളത്തരം കാണിക്കാനായിട്ട്, അതോടൊപ്പം തന്നെ മിസ് അപ്രോപ്രിയേഷൻസ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബന്ധമില്ലാതെ ഇരിക്കുക, അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പം എല്ലാ കണക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ കള്ളത്തരങ്ങളൊന്നും കാണിക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല. ദ അരിത്തമെറ്റിക്കൽ ഇന്നാക്യുറസീസ് ഇൻ റെക്കോർഡ്സ് ക്യാൻ മോസ്റ്റ്ലി ചെക്ക്ഡ് ബൈ പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ നമുക്ക് പറ്റുകയാണെങ്കിൽ, കണക്ക് എഴുതുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ നമ്മൾക്ക് വരികയാണെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് അവിടെ സാധിക്കും. പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞ് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് നമുക്കത് കണ്ടെത്താനായിട്ട് സാധിക്കും.
ദ സിസ്റ്റം ഓഫ് ഡബിൾ എൻട്രി ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ബൈ ബിഗ് ആസ് വെൽ ആസ് സ്മോൾ ഓർഗനൈസേഷൻ. ഈ ഡബിൾ എൻട്രി സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തത് വലിയ കമ്പനികൾക്കും അത് സ്യൂട്ടബിൾ ആണ്, അതോടൊപ്പം തന്നെ ചെറിയ ഓർഗനൈസേഷനും ഈ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് സ്യൂട്ടബിൾ ആണ്. ഇപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എല്ലാ ട്രാൻസാക്ഷനും ഒരു രണ്ട് സൈഡുണ്ട്. ഒരു ഗിവിങ് ആസ്പെക്റ്റും ഉണ്ട്, ഒരു റിസീവിങ് ആസ്പെക്റ്റും ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഉണ്ട്, അതിന് തുല്യമായിട്ടുള്ള ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ടെന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ പ്രയോജനങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊരു കംപ്ലീറ്റ് സിസ്റ്റം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള, അതോടൊപ്പം തന്നെ വിശ്വസിക്കാൻ പറ്റിയ റിലയബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും തെറ്റുകൾ ഇതിനകത്ത് സംഭവിക്കുകയാണെങ്കിൽ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്ന സമയത്ത് നമുക്കത് കറക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ കമ്പനികൾക്കും അതോടൊപ്പം തന്നെ വലിയ ഓർഗനൈസേഷനും ഇത് ഒരുപോലെ തന്നെ സ്യൂട്ടബിൾ ആണെന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് നോട്ട് എ കംപ്ലീറ്റ് സിസ്റ്റം ഓഫ് മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഈ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സിസ്റ്റം അല്ല. ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. അതേസമയം സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാലോ അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റം അല്ല. ഇറ്റ് ഡസ് നോട്ട് റെക്കോർഡ് ടു ഫോൾഡ് എഫക്റ്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ. ഇത് എല്ലാ ട്രാൻസാക്ഷൻ്റെയും രണ്ട് എഫക്റ്റിനെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നില്ല. നമ്മൾ പറഞ്ഞു ഒരു റിസീവിങ് ആസ്പെക്റ്റും ഉണ്ട്, ഒരു ഗിവിങ് ആസ്പെക്റ്റും ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഡെബിറ്റ് ആസ്പെക്റ്റ് ഉണ്ട്, ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതിവിടെ കാണിച്ചു തരുന്നില്ല. ഇൻസ്റ്റെഡ് ഓഫ് മെയിൻറ്റെയിനിങ് ഓൾ അക്കൗണ്ട്സ് ഓൺലി പേഴ്സണൽ അക്കൗണ്ട്സ് ആൻഡ് ക്യാഷ് ബുക്ക് ആർ മെയിൻറ്റെയിൻഡ് അണ്ടർ ദി സിസ്റ്റം. ഇതിനകത്ത് എല്ലാ അക്കൗണ്ടുകളും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പകരം കുറച്ച് പേഴ്സണൽ അക്കൗണ്ടും അതോടൊപ്പം തന്നെ ക്യാഷ് ബുക്കും മാത്രമാണ് ഇതിനകത്ത് തയ്യാറാക്കുന്നത്. ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ പൈസയുമായിട്ട് ബന്ധപ്പെട്ട് അത് നമ്മൾ അടുത്ത ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം മനസ്സിലാക്കി വെക്കുക, എല്ലാ അക്കൗണ്ട് ബുക്കുകളും ഇതിൻ്റെ അകത്ത് തയ്യാറാക്കുന്നില്ല. എന്തൊക്കെ തയ്യാറാക്കുന്നുള്ളൂ? കുറച്ച് പേഴ്സണൽ അക്കൗണ്ടും അതോടൊപ്പം തന്നെ ഒരു ക്യാഷ് ബുക്കുമാണ് തയ്യാറാക്കുന്നുള്ളൂ. അതേസമയം ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അകത്ത് മൊത്തം അക്കൗണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ തയ്യാറാക്കുന്നുണ്ട്. ഇൻഫാക്ട് ദിസ് ഈസ് നോട്ട് എ സിസ്റ്റം ബട്ട് എ ലാക്ക് ഓഫ് സിസ്റ്റം ആസ് നോ യൂണിഫോമിറ്റി ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നതിനകത്ത് ഇവിടെ യാതൊരു തരത്തിലുള്ള യൂണിഫോമിറ്റിയും പാലിക്കുന്നില്ല എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് അവർക്ക് തോന്നുന്ന പോലെ ആ ഒരു ട്രാൻസാക്ഷൻ അങ്ങ് രേഖപ്പെടുത്തി വെക്കുകയുള്ളൂ. ഇപ്പോൾ സെയിൽ ഓഫ് ഗുഡ്സ് ബൈ ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റോടത്ത് ക്യാഷ് പോയതായിട്ട് കാണിക്കും, ക്യാഷ് വന്നതായിട്ട് കാണിക്കും, ഗുഡ്സ് പോയതായിട്ടൊക്കെ കാണിക്കും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ചുമ്മാ സെയിൽ ഓഫ് ഗുഡ്സ് ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് ചുമ്മാ അങ്ങ് എഴുതി ആ എമൗണ്ട് കാണിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അതിനെയാണ് ഈ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഡ്രോബാക്ക് പറയുകയാണ്, ദി അക്കൗണ്ട്സ് മെയിൻറ്റെയിൻഡ് അണ്ടർ ദിസ് സിസ്റ്റം ആർ ഇൻകംപ്ലീറ്റ് ആൻഡ് അൺസിസ്റ്റമാറ്റിക്. ഈ പ്രകാരം നമ്മൾ അക്കൗണ്ട് തയ്യാറാക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിരിക്കില്ല, അതോടൊപ്പം തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുമല്ല നമ്മളിത് തയ്യാറാക്കുന്നത്. നോട്ട് റിലയബിൾ, അത് നമുക്ക് വിശ്വസിക്കാനും ബുദ്ധിമുട്ടാണ്. ദി സിസ്റ്റം ഈസ് ഹൗവർ ഫോളോഡ് ബൈ സ്മോൾ ബിസിനസ് ഫേം. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തെ ഫോളോ ചെയ്യുന്നത് ചെറിയ ബിസിനസ് സ്ഥാപനങ്ങളാണ്. ആസ് ഇറ്റ് ഈസ് വെരി സിമ്പിൾ ആൻഡ് ഫ്ലെക്സിബിൾ. അതോടൊപ്പം തന്നെ ഈ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആരെക്കൊണ്ടും ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് ആർക്കും ഇപ്പോൾ അക്കൗണ്ടൻസി പഠിക്കാത്ത ഒരാൾക്ക് ഒരു സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമ്മളിപ്പോൾ കാണാം സ്റ്റേഷനറി കടയിലൊക്കെ നമുക്ക് എന്തെങ്കിലും സാധനം എടുത്തുന്നുണ്ട് ഉടനെ തന്നെ അത് ഒന്ന് എഴുതി വെക്കുന്നത്. അതാണ് ഈ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ആ ട്രാൻസാക്ഷൻ അങ്ങ് എഴുതി വെക്കുകയുള്ളൂ. അതേസമയം ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും വലിയ കമ്പ്യൂട്ടറൊക്കെ ആയിട്ട് ഇരുന്ന് അടിച്ച് നമുക്ക് ബില്ലൊക്കെ തന്ന് ടാലി എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിനകത്തൊക്കെ ചെയ്യുന്നതിനാണ് ഈ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. ബേസിസ് ഓഫ് അക്കൗണ്ടിങ്, അതിൽ പ്രധാനമായിട്ട് രണ്ടെണ്ണമാണുള്ളത്, ക്യാഷ് ബേസിസ് ആൻഡ് ആക്യുറൽ ബേസിസ്. ഇനി ആദ്യത്തെ നമുക്ക് നോക്കാം ക്യാഷ് ബേസിസ് എന്താണെന്നുള്ള കാര്യം. അണ്ടർ ദ ക്യാഷ് ബേസിസ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ മെയ്ഡ് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ്. അത് ഓർത്ത് വെക്കുക. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ് നോട്ട് വെൻ ദ റെസിപ്റ്റ് ഓർ പേയ്മെൻറ്റ് ബിക്കം ഡ്യൂ. അപ്പോൾ ഈ ക്യാഷ് ബേസിനകത്ത് ഇത്രേ ഉള്ളൂ, നമ്മൾ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ നമ്മളത് അക്കൗണ്ട് ബുക്കിനകത്തോട്ട് രേഖപ്പെടുത്തി വെക്കും. എപ്പോഴാണ് ക്യാഷ് ബേസിൽ രേഖപ്പെടുത്തുന്നത്? എപ്പോഴാണോ നമുക്ക് പൈസ കിട്ടുന്നത് അപ്പോൾ മാത്രമാണ് നമ്മളത് രേഖപ്പെടുത്തി വെക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ റവന്യൂ റെക്കഗ്നീഷൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞേക്കുന്നത് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മളൊരു സെയിൽസ് നടത്തുകയാണെങ്കിൽ അത് ക്യാഷ് ആയിക്കോട്ടെ ക്രെഡിറ്റ് സെയിൽസ് ആയിക്കോട്ടെ, എപ്പോഴാണോ ആ സെയിൽ നടക്കുന്നത് ആ സമയത്ത് തന്നെ നമ്മൾ എഴുതി വെക്കണം. ആ റവന്യൂ ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമ്മൾ എഴുതി വെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഈ ക്യാഷ് ബേസിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ നമ്മളൊരു ക്രെഡിറ്റിൽ ഒരാൾക്ക് ഒരു സാധനം വിൽക്കുകയാണെങ്കിൽ അയാൾ എന്നാണോ പൈസ തരുന്നത് ആ സമയത്ത് മാത്രമാണ് ആ സെയിൽ നടന്നതായിട്ട് നമ്മൾ എഴുതുള്ളൂ. അതാണ് ക്യാഷ് ബേസിസ് എന്ന് പറയുന്നത്. വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ് നോട്ട് ഓൺലി വെൻ റെസിപ്റ്റ് ഓർ പേയ്മെൻറ്റ് ബിക്കം ഡ്യൂ. അപ്പോൾ ക്യാഷ് റിസീവ് ചെയ്യുകയോ പേയ്മെൻറ്റ് നടത്തുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളവിടെ അക്കൗണ്ട് ബുക്കിനകത്ത് രേഖപ്പെടുത്തി വെക്കുന്നത്. അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ലെറ്റ് us say ഫോർ എക്സാമ്പിൾ ഇൻ ഓഫീസ് റൺ ഫോർ ദ മന്ത്
ഓഫ് ഡിസംബർ 2014. ഡിസംബർ 2014 ഓഫീസ് റെൻറ്റ് പെയ്ഡ് ഇൻ ജനുവരി 2015. അതിൽ ജനുവരി 2015 നമ്മൾ കൊടുത്തത്. ഇറ്റ് വുഡ് ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓൺലി ജനുവരി 2015. അതെപ്പോഴാണ് നമ്മൾ അക്കൗണ്ട് ബുക്കിനകത്ത് രേഖപ്പെടുത്തിയുള്ളൂ? ജനുവരി 2015 അത് കൊടുത്തതായിട്ട് നമ്മൾ രേഖപ്പെടുത്തി വെക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ക്യാഷ് കൊടുക്കുകയോ കിട്ടുകയോ ചെയ്യുന്നത് അന്നേരം മാത്രമാണ് നമ്മളത് രേഖപ്പെടുത്തുകയുള്ളൂ. അതിനാണ് ക്യാഷ് ബേസിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഗുഡ്സ് നമ്മൾ ക്രെഡിറ്റിൽ വിറ്റു, നമ്മൾ ഗുഡ്സ് കടത്തിൽ വിറ്റു. എപ്പോഴാണ് നമുക്ക് അയാൾ കൊണ്ട് പൈസ തരുന്നത്? നമ്മൾ സാധനങ്ങൾ കടത്തിൽ ഒരാൾക്ക് വിൽക്കുകയും അയാൾ എപ്പോഴാണ് നമുക്ക് കൊണ്ട് തിരിച്ച് പൈസ തരുന്നത് ആ പൈസ തരുന്ന സമയത്ത് മാത്രമാണ് നമ്മളത് അക്കൗണ്ട് ബുക്കിനകത്തോട്ട് രേഖപ്പെടുത്തി വെക്കുന്നത്. അല്ലാണ്ട് ആ വിറ്റ സമയത്ത്, സെയിൽ നടന്ന സമയത്ത് നമ്മളത് അക്കൗണ്ട് ബുക്കിനകത്ത് രേഖപ്പെടുത്തിയില്ല. ഇനി അടുത്തായിട്ട് പറയുകയാണ് അണ്ടർ ദ ആക്രൽ ബേസിസ് ഹൗവർ റവന്യൂസ് ആൻഡ് കോസ്റ്റ് ആർ റെക്കഗ്നൈസ്ഡ് ഇൻ ദ പീരീഡ്. അത് ഓർത്ത് വെക്കുക. ഇവിടെ ക്യാഷ് കിട്ടുന്ന സമയത്തല്ല, എപ്പോഴാണ് ആ റവന്യൂ ആൻഡ് കോസ്റ്റ് റെക്കഗ്നൈസ്ഡ് ഇൻ ദ പീരീഡ്. ആ പീരീഡ് എന്നുള്ള കാര്യം അണ്ടർലൈൻ ചെയ്ത് വെക്കുക. പീരീഡ് വിച്ച് ദേ ഒക്കർ റാദർ ദേ ആർ പെയ്ഡ്. അപ്പം നമ്മൾ പൈസ കൊടുത്തോ ഇല്ല എന്നുള്ളതല്ല വിഷയം. ഇപ്പോൾ റെൻറ്റ് മാർച്ചിലെ നമ്മൾ ഡിസംബറിലാണ് ശരിക്കും പറഞ്ഞാൽ കൊടുത്തത്. പക്ഷേ ആ മാർച്ചിൽ തന്നെ നമ്മളത് രേഖപ്പെടുത്തി വെക്കുക. അതിൻ്റെ ആ പീരീഡ് വരുന്ന സമയത്ത് തന്നെ നമ്മളതിനെ രേഖപ്പെടുത്തി വെക്കുക. തൊട്ട് മുമ്പിലത്തെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ പറഞ്ഞു മാർച്ചിൽ കൊടുക്കേണ്ട റെൻറ്റ് ഡിസംബറിലാണ് കൊടുത്തത്. അപ്പോൾ ആ കൊടുത്ത സമയത്താണ് നമ്മൾ ക്യാഷ് ബേസിസിൽ നമ്മൾ അക്കൗണ്ട് ബുക്കിനകത്തോട്ട് രേഖപ്പെടുത്തി വെക്കുന്നത്. അതേസമയം ആക്രൽ ബേസിസിൽ അങ്ങനെയല്ല. മാർച്ചിൽ എന്തെങ്കിലും റെൻറ്റ് കൊടുക്കണമെങ്കിൽ അത് മാർച്ചിൽ തന്നെ നമ്മളത് എഴുതി വെക്കുക. അല്ലാതെ പൈസ കൊടുക്കുന്നതായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. റാദർ ദാൻ ദേ ആർ പെയ്ഡ്. അത് പൈസ കൊടുക്കുന്ന സമയത്തല്ല നമ്മൾ എഴുതി വെക്കുന്നത്, ആ പീരീഡിൽ തന്നെ നമ്മളത് എഴുതി വെക്കുകയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ് നടന്നു, ആ സാധനം വിറ്റ സമയത്ത് തന്നെ അത് ബുക്കിലോട്ട് എഴുതി വെക്കുക. അല്ലാതെ പൈസ കിട്ടിക്കഴിഞ്ഞിട്ടല്ല നമ്മളത് ബുക്കിലോട്ട് രേഖപ്പെടുത്തി വെക്കുന്നത്. എ ഡിസ്റ്റിങ്ഷൻ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ ദ റെസിപ്റ്റ് ഓഫ് ക്യാഷ് ആൻഡ് റൈറ്റ് ടു റിസീവ് ക്യാഷ്. അവിടെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കുകയാണ്. ഡിസ്റ്റിങ്ഷൻ ഈസ് മെയ്ഡ്, ഒരു വ്യത്യാസം ഉണ്ടായിരിക്കുകയാണ്. എന്താണ്? റെസിപ്റ്റ് ഓഫ് ക്യാഷ്, നമുക്ക് ക്യാഷ് കിട്ടുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതോടൊപ്പം തന്നെ റൈറ്റ് ടു റിസീവ് ക്യാഷ്, അതോടൊപ്പം തന്നെ നമുക്ക് പൈസ കിട്ടാൻ അവകാശമുള്ള സമയം എപ്പോഴാണ്, അതും നമ്മൾ തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതായത് ഇത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ ക്രെഡിറ്റിലൊരു സാധനം വിറ്റു, അപ്പം അതിൻ്റെ ക്രെഡിറ്റ് സാധനം വിൽക്കുമ്പം അതിൻ്റെ റൈറ്റ് ടു റിസീവ് ക്യാഷ്, അതിന് പൈസ കിട്ടാനായിട്ട് നമുക്ക് അവകാശമുണ്ട് അല്ലേ? നമ്മൾ എന്തായാലും സാധനം വിറ്റത് എങ്ങനെയാണ്? പൈസ കിട്ടാനായിട്ടാണ്. അപ്പം റൈറ്റ് ടു റിസീവ് ക്യാഷ്, അവിടെ ഒരു അവകാശമുണ്ട് നമുക്ക് പൈസ കിട്ടാനായിട്ട്. ആ അവകാശം ഉള്ളപ്പോൾ തന്നെ നമ്മളത് എഴുതി വെക്കുകയാണ്. അല്ലാതെ അവിടെ നമ്മൾ എന്ത് നോക്കുന്നില്ല? റെസിപ്റ്റ് ഓഫ് ക്യാഷ് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യുന്നില്ല. റൈറ്റ് ടു റിസീവ് ക്യാഷ്, ആ ക്യാഷ് കിട്ടാൻ എപ്പോഴാണ് അവകാശമുള്ളത് ആ സമയത്ത് തന്നെ നമ്മളത് രേഖപ്പെടുത്തി വെക്കുകയാണ്. അതോടൊപ്പം തന്നെ പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് ആൻഡ് ലീഗൽ ഒബ്ലിഗേഷൻ ടു പേ ക്യാഷ്, രണ്ട് വ്യത്യാസമുണ്ട്. നമ്മൾ പൈസ കൊടുക്കാനുള്ള കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അതിൽ പൈസ കൊടുത്ത് പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് നമ്മൾ നോക്കുന്നില്ല. ആൻഡ് ലീഗൽ ഒബ്ലിഗേഷൻ ടു പേ ക്യാഷ്, എപ്പോഴാണോ നമ്മൾ പൈസ കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടിരിക്കുന്നത് ആ സമയത്ത് നമ്മൾ പൈസ കൊടുത്തതായിട്ട് എഴുതിയിരിക്കുകയാണ്. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് നടത്തി. അപ്പം ഗുഡ്സ് നമ്മൾ എറണാകുളത്ത് പോയി വാങ്ങി, പൈസ പിന്നീട് തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എന്തുണ്ട്? ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ടു പേ ക്യാഷ് ഉണ്ട്. നമുക്കൊരു ലീഗലായിട്ട് നമ്മൾ പൈസ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ എഴുതി വെക്കുകയാണ്, അക്കൗണ്ട് ബുക്കിനകത്തോട്ട് നമ്മൾ രേഖപ്പെടുത്തി വെക്കുകയാണ് പർച്ചേസ് എന്ന് പറഞ്ഞ് നമ്മൾ എമൗണ്ട് എഴുതി വെക്കും. അല്ലാതെ പൈസ കൊണ്ട് കൊടുക്കുന്ന സമയത്തല്ല നമ്മൾ പർച്ചേസ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വെക്കുന്നത്. നമ്മൾ ആ ലീഗലി ഒബ്ലിഗേഷൻ ആകുമ്പോൾ തന്നെ നമ്മളത് എഴുതി വെക്കുന്നുണ്ട്. ഇനി അടുത്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ദസ് അണ്ടർ ദിസ് സിസ്റ്റം ദ മോണാറ്ററി എഫക്റ്റ് ഓഫ് ദ ട്രാൻസാക്ഷൻ ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ഇൻ ദ പീരീഡ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അവിടെ മോണാറ്ററി എഫക്റ്റ്, പൈസയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എഫക്റ്റ് എപ്പോഴാണ് വരുന്നത്? ഇൻ ദ പീരീഡ്, ആ പീരീഡ് എന്നുള്ള ഇൻ ദ പീരീഡ് ഇൻ വിച്ച് ദേ ആർ ഏൺഡ് റാദർ ദാൻ ദ പീരീഡ് ഇൻ വിച്ച് ക്യാഷ് ഈസ് ആക്ച്വലി റിസീവ്ഡ് ഓർ പെയ്ഡ് ബൈ ദ എൻ്റർപ്രൈസ്. അപ്പോൾ നമ്മളിവിടെ ഒരു വരുമാനം ഏൺ ചെയ്യുകയാണെങ്കിൽ പീരീഡ് വിച്ച് ദേ ആർ ഏൺഡ്, നമുക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ നമ്മൾ ട്രാൻസാക്ഷൻ അക്കൗണ്ടിലോട്ട് രേഖപ്പെടുത്തി വെക്കും. എന്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല? ദാൻ ദ പീരീഡ് വിച്ച് ദ ക്യാഷ് ഈസ് ആക്ച്വലി റിസീവ്ഡ് ഓർ പെയ്ഡ് ബൈ ദ എൻ്റർപ്രൈസ്. ആക്ച്വലായിട്ട് ക്യാഷ് കൊടുക്കുന്നവരെ അല്ലെങ്കിൽ ആക്ച്വലി പൈസ നമുക്ക് കിട്ടുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. ആ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ നടക്കുന്ന സമയത്ത് തന്നെ നമ്മളത് അക്കൗണ്ട് ബുക്കിനകത്തോട്ട് രേഖപ്പെടുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഒരു ഉദാഹരണം വീണ്ടും പറയുകയാണെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസ്, ആ ക്രെഡിറ്റ് പർച്ചേസ് നടത്തുകയാണെങ്കിൽ ആ ക്രെഡിറ്റ് പർച്ചേസ് നടക്കുന്ന ആ സമയത്ത് തന്നെ നമ്മൾ എഴുതി വെക്കുകയാണ്. അല്ലാണ്ട് നമ്മൾ പൈസ കൊടുക്കുന്നവരെ നമ്മളത് വെയിറ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് സെയിൽസ് നമ്മൾ നടത്തി, ആ സെയിൽസ് നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അക്കൗണ്ട് ബുക്കിനകത്തോട്ട് രേഖപ്പെടുത്തി വെക്കുകയാണ്. അല്ലാതെ നമുക്ക് പൈസ കിട്ടുന്നവരെ നമ്മളതിനെ വെയിറ്റ് ചെയ്യുന്നില്ല. അടുത്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ റിട്ടൺ പോളിസി. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഒരു റിട്ടൺ പോളിസിയാണ്, എഴുതപ്പെട്ട നിയമങ്ങളാണ്. ഡോക്യുമെൻറ്റ്സ് കവറിംഗ് ദ ആസ്പെക്ട് ഓഫ് റെക്കഗ്നീഷൻ, മെഷർമെൻറ്റ്, ട്രീറ്റ്മെൻറ്റ്, പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്.
അപ്പം നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റിലോട്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ടും അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആയിക്കോട്ടെ, അതിലോട്ട് രേഖപ്പെടുത്തുന്നതിന് കുറച്ച് റൂൾസ് ആൻഡ് ഗൈഡ് ഇതെല്ലാം അവർ പറയുന്നുണ്ട്. ഇപ്പോൾ അതിനെ മെഷർ ചെയ്യുന്നതിനും അല്ലെങ്കിൽ ആ അക്കൗണ്ടിനെ ട്രീറ്റ് ചെയ്യുന്നതിനും അത് അക്കൗണ്ട് പ്രസൻറ്റ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഈസ് ആൻ ഓതറൈറ്റേറ്റീവ്, അതായത് ഒരു അധികാരമുള്ള ഒരു സംഘടനയാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇഷ്യൂഡ് ബൈ ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, അവരാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പ്രൊഫഷണൽ ബോഡി ഓഫ് അക്കൗണ്ടിങ് ഇൻ അവർ കൺട്രി, നമ്മുടെ രാജ്യത്തുള്ള അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രൊഫഷണൽ ബോഡിയാണ് ഈ ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അവരാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് തയ്യാറാക്കിയിരിക്കുന്നത്. ദി ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഈസ് ടു ബ്രിങ് യൂണിഫോമിറ്റി. അതെന്തിനു വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്? ബ്രിങ് യൂണിഫോമിറ്റി, ഒരു രാജ്യത്തുള്ള എല്ലാ അക്കൗണ്ട്സും തയ്യാറാക്കുന്ന വിധം ഒരുപോലെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇൻ ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പോളിസീസ് ഇൻ ഓർഡർ ടു എലിമിനേറ്റ് നോൺ കമ്പയറബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ എൻഹാൻസിങ് റിലയബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇതുവഴി അവർ ശ്രദ്ധിക്കുന്നത്. ഒന്ന്, യൂണിഫോമിറ്റി കൊണ്ടുവരിക, അക്കൗണ്ടിങ് പോളിസിക്കകത്തൊരു യൂണിഫോമിറ്റി കൊണ്ടുവരിക. നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് മുഴുവൻ അക്കൗണ്ടിങ് തയ്യാറാക്കുന്ന ഒരു പ്രത്യേക റൂൾസും ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം തയ്യാറാക്കാനായിട്ട്. അങ്ങനെ ഒരു യൂണിഫോമിറ്റി എല്ലാത്തിലും കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ എലിമിനേറ്റ് നോൺ കമ്പയറബിലിറ്റി എന്ന് പറയുന്ന കാര്യം ഒഴിവാക്കുക. അതായത് നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കണം. ഒരു കമ്പനിയുടെ അക്കൗണ്ട് ബുക്ക് കഴിഞ്ഞ് അതിൻ്റെ മുൻകാലങ്ങളിലുള്ള അക്കൗണ്ട്സുമായിട്ട് താരതമ്യം ചെയ്യാൻ സാധിക്കണം, അല്ലെങ്കിൽ മറ്റ് കമ്പനിയുടെ അക്കൗണ്ട്സ് ബുക്കുമായിട്ട് താരതമ്യം ചെയ്യാൻ സാധിക്കണം. ഇതൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. എൻഹാൻസിങ് റിലയബിലിറ്റി, അതോടൊപ്പം തന്നെ റിലയബിലിറ്റി, വിശ്വാസയോഗ്യത കൂട്ടുക. അക്കൗണ്ട് ബുക്കിനെ വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഫ്രോഡെല്ലാം ഒഴിവാക്കി റിലയബിൾ ആക്കുക എന്നുള്ളതൊക്കെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ലക്ഷ്യം. ഇവിടെ 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? യൂണിഫോമിറ്റി കൊണ്ടുവരിക, അക്കൗണ്ട്സിനകത്ത് യൂണിഫോമിറ്റി കൊണ്ടുവരിക, എലിമിനേറ്റ് നോൺ കമ്പയറബിലിറ്റി കൊണ്ടുവരിക. നോൺ കമ്പയറബിലിറ്റി എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുക. അതോടൊപ്പം തന്നെ റിലയബിൾ ആക്കുക, അക്കൗണ്ട്സിനെ വിശ്വാസയോഗ്യമാക്കുക. ഇത്തരം കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി വീണ്ടും അവിടെ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇംപ്രൂവിങ് ക്രെഡിബിലിറ്റി, ഇതിൻ്റെ അക്കൗണ്ടിങ് ഡാറ്റയുടെ ക്രെഡിബിലിറ്റി വർദ്ധിപ്പിക്കുക, അതായത് അതിൻ്റെ സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കുക. അതോടൊപ്പം തന്നെ കമ്പയറബിലിറ്റി, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എൻഹാൻസസ് കമ്പയറബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു കമ്പനിയുടെ അക്കൗണ്ട്സിനെ മറ്റ് കമ്പനിയുടെ അക്കൗണ്ട്സുമായിട്ട് താരതമ്യം ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ പ്രീവിയസ് ഇയേഴ്സുമായിട്ട് താരതമ്യം ചെയ്യാൻ സാധിക്കുക. ഇതെല്ലാമാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു യൂണിഫോമിറ്റിക്കും ഒക്കെ വേണ്ടിയിട്ടാണത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ എൻ്റെ അടുത്ത് ശ്രദ്ധിക്കുക. അടുത്താണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്, IFRS. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് IFRS ആർ ഗ്ലോബലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇത് ലോകം മുഴുവൻ അംഗീകരിച്ചേക്കുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് ഈ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഡെവലപ്ഡ് ബൈ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്, ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡാണ്. IASB എന്ന് പറയുന്നതാണ് ബോർഡാണത് തയ്യാറാക്കിയിട്ടുള്ളത്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് തയ്യാറാക്കിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയാണ്, അത് മറക്കാതിരിക്കുക. അതുപോലെ തന്നെ GAAP എന്ന് പറയുന്ന ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആണ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. IFRS ഈസ് എ സെറ്റ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ ഒരു സെറ്റിനെയാണ് IFRS എന്ന് പറയുന്നത്. ഫോർ റിപ്പോർട്ടിംഗ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ്സ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റിലോട്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ടും ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള സെറ്റ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെയാണ് നമ്മൾ IFRS എന്ന് വിളിക്കുന്നത്. ദ ഒബ്ജക്റ്റീവ് ഈസ് ടു ഫെസിലിറ്റേറ്റ് ഇൻ്റർനാഷണൽ കമ്പാരിസൺ ഫോർ ട്രൂ ആൻഡ് ഫെയർ വാല്യുവേഷൻ ഓഫ് ബിസിനസ് എൻ്റർപ്രൈസ്. അപ്പോൾ ഒരു ബിസിനസ് എൻ്റർപ്രൈസിനെ രാജ്യത്തിന് പുറത്തുള്ള കമ്പനികളുമായിട്ട് അല്ലെങ്കിൽ ലോകം മുഴുവനുള്ള കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ IFRS എന്ന് പറഞ്ഞ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അസോസിയേറ്റഡ് വിത്ത് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ആർ യൂസ്ഫുൾ ടു ദ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ. അപ്പോൾ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ആവശ്യമായിട്ടുള്ള ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്കറിയാം. അവർക്കൊക്കെ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അക്കൗണ്ടിംഗ് തയ്യാറാക്കുന്നത്. അപ്പം ദ ഒബ്ജക്റ്റീവ് ഈസ് ടു ഫെസിലിറ്റേറ്റ് ഇൻ്റർനാഷണൽ കമ്പാരിസൺ. അപ്പോൾ നമുക്ക് മറ്റ് പല രാജ്യങ്ങളുമായിട്ട് രാജ്യത്തുള്ള കമ്പനികളൊക്കെ ആയിട്ട് നമുക്കതിനെ കമ്പയർ ചെയ്യാനും അത് വെച്ചിട്ട് ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. അതിൻ്റെ അകത്ത് കുറച്ച് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അത് ഒരുപാടെണ്ണം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു 3-4 കാണാപ്പാടം പഠിച്ചു വെക്കുക. അപ്പോൾ അത് കുറച്ച് റൂൾസാണ്. അപ്പോൾ ഇൻകം ടാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, സാലറി എങ്ങനെയാണ് കൊടുക്കുന്നത്,
അതിൻ്റെ എല്ലാം കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. അത് ഏതെങ്കിലും ഒരു 5 എണ്ണം പഠിച്ച് വെക്കുക ഈ അക്കൗണ്ട് സ്റ്റാൻഡേർഡിനകത്ത്.